ദൈവ ദൈവവചനത്തിന്റെ ചിന്തകളുമായിട്ട് നമുക്ക് ആയിരിക്കാൻ നമുക്ക് കർത്താവ് കൊടുക്കുന്ന ഈ അവസരം അത് ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഏറ്റവും മുതൽക്കൂട്ടായി ചെയ്യുമാറാകട്ടെ. നമ്മളോട് ദൈവം സംസാരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രകാരമാണ് അബ്രഹാമിന്റെയും ലോത്തിന്റെയും ജീവിതം എന്തുകൊണ്ടാണ് ലോത്ത് വലഞ്ഞുപോയ ഒരു നീതിമാനെന്ന് വിശേഷിപ്പിക്കുന്നത്, ഒരു സിക്ക് റൈച്ചസ് പേഴ്സണായ മനുഷ്യൻ എങ്ങനെയാണായി തീർന്നതെന്നും ആ മനുഷ്യന്റെ തെരഞ്ഞെടുപ്പ് യഥാർത്ഥമായിട്ടും ദൈവത്തിനു വേണ്ടിയും ദൈവികമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയും ഒക്കെ എടുക്കേണ്ട ഡിസിഷൻസ് എടുക്കാൻ കഴിയാതെ റോങ് ഡിസിഷൻസ് എടുക്കുകയും റോങ് പ്ലേസിൽ എനിക്ക് യോഗ്യമല്ലാത്ത സ്ഥലത്തേക്ക് പാർക്കുവാൻ സെറ്റിലാവാൻ പോയ കാര്യങ്ങളെ ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. അബ്രഹാമിന്റെ ഹൃദയം മുഴുവനും ദൈവത്തിന്റെ പദ്ധതിയും ദൈവികമായ നടത്തിപ്പിനാൽ നിറഞ്ഞിരുന്നപ്പോൾ രണ്ടുപേരുടെയും ആ ഭൂമിയോടുള്ള നോട്ടത്തിന്റെ പ്രത്യേകതയും ഒരാള് തന്നെ സെറ്റിലാക്കുവാൻ അവസരം കിട്ടിയപ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ എസ്റ്റാബ്ലിഷ് ആകുവാൻ ലോത്തിന് കഴിഞ്ഞു. എന്നാൽ അബ്രഹാം അപ്പോഴും ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അബ്രഹാം വന്നു നിന്നത് എവിടെയാണ് നമ്മൾ വായിച്ച് 13-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 18-ാം വാക്യം. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അബ്രഹാമിന്റെ പ്രത്യേകത എത്രമാത്രം ശ്രേഷ്ഠമാണ്. അബ്രഹാമിൽ നിന്ന് അനുകരിക്കേണ്ടതായ ആ ക്വാളിറ്റീസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. വ്യക്തികളെക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുകയും എന്നാൽ വസ്തുക്കളെക്കാൾ അധികം വ്യക്തികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന അബ്രഹാമിന്റെ ക്വാളിറ്റി, ആ ക്വാളിറ്റി ലൈഫ് നമുക്കും പിന്തുടരുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ്. നമ്മളും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമുക്ക് ആ ക്വാളിറ്റി, വിശ്വാസത്തിന്റെ പിതാവാണ് അബ്രഹാം. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിലെ പിതാവായ അബ്രഹാമിന്റെ ആ സ്വഭാവത്തെ, വിശ്വാസത്തെ അനുകരിക്കുന്ന പോലെ തന്നെ ആ സ്വഭാവത്തെയും അനുകരിപ്പാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗങ്ങൾ ചിന്തിക്കുന്നതും. നമ്മളൊരു സിക്ക് റൈച്ചസ് ആകാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. രൂത്തിന്റെ കാര്യം നമ്മൾ ചിന്തിച്ചു. ലോത്തിന്റെ പിൻതലമുറക്കാരിയായ മോവാബ്യ സ്ത്രീയായ രൂത്ത്, അവളുടെ ജീവിതത്തിൽ എടുത്ത തീരുമാനം അത് അവളുടെ ജീവിതത്തെ എവിടെയൊക്കെ ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, ശപിക്കപ്പെട്ട ജാതിയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു വംശത്തിലേക്ക് വരത്തക്കവണ്ണം അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകൾ, നമ്മളായിരിക്കുന്ന വസിക്കേണ്ട സ്ഥലങ്ങൾ, ദൈവഹിതപ്രകാരം നമ്മളായിരിക്കേണ്ട ഇടം, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ ലോത്തിനെ പോലെ സിക്ക് റൈച്ചസ് ആയി ആദിയും വ്യാധിയും പിടിച്ച് ഒരു ഗുണവും ഇല്ല, കുറെ ആദിയും വ്യാധിയും ഉണ്ടാകാമെന്നല്ലാതെ ആ നീതി കൊണ്ട് തനിക്കോ തന്റെ കുടുംബത്തിനോ താൻ ദേശത്തിനോ ദൈവത്തിനോ ഒരു ഉപകാരമില്ലാത്ത നീതിമാന്മാരെ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിനോ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർ ദിനംതോറും വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വാസം അർപ്പി ദൈവത്തെ പ്രസാദിപ്പിച്ച് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നയിച്ച ജീവിതത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി അതിനെ പിന്തുടരുവാൻ നമുക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇന്നുകൂടെ ആ ഭാഗത്തോടൊന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ പറഞ്ഞതിലുള്ള ചില ഭാഗങ്ങൾ തന്ന ഇടപെട്ട ചില കാര്യങ്ങൾ അത് പറയുവാനും ഒക്കെ ആഗ്രഹിക്കുന്നു. അപ്പൊ അതായാലും ഞാനിങ്ങനെ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ലോത്തിനെ അബ്രഹാം മറന്നിരുന്നില്ല എന്ന് വെളിവാക്കുന്ന വാക്യങ്ങൾ, വചനങ്ങൾ നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. അബ്രഹാമിനെ ലോത്ത് വിട്ടു പിരിഞ്ഞു പോയി. ലോത്ത് ഓർത്തില്ല അബ്രഹാമിനെ കൊണ്ട് ഇനി ആവശ്യമുണ്ടെന്നോ, അല്ലെങ്കിൽ കാരണം അത് അത്രമാത്രം എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. നമ്മളൊക്കെ ഈ എന്താ പറയണ്ടേ ഒക്കെ പല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ നമുക്കറിയാതെ തോന്നിപ്പാൻ സാധ്യതയുണ്ട്. എനിക്കിനി ആരുടെ ആവശ്യമൊന്നും ഇല്ല, ഞാൻ വെൽ സെറ്റിൽഡ് ആണ്, ഇനിയിപ്പോ എന്നെ ആരും തോപ്പിക്കാനൊന്നും ഇല്ല, നമുക്കുണ്ടാകത്തില്ല, ഉണ്ടാകരുത്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റുകയും വേണം. അതെ, എനിക്ക് ആവശ്യത്തിന് എല്ലാമായി, അല്ലെങ്കിൽ എനിക്ക് മക്കൾക്ക് മക്കളുണ്ട്, വീടിന് വീടുണ്ട്, എനിക്ക് സമ്പത്തിന് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, ഞാൻ വെൽ സെറ്റിൽഡ് ആണ്. ലോത്ത് ഞാൻ എൻ്റെ ദേശങ്ങളൊക്കെ വളരെ എക്സ്ട്രീംലി ഫർട്ടൈലാണ്, വളരെ ഫലഭൂഷ്ടമായതാണ്. ഇതെല്ലാം ലോത്തിന്റെ കണ്ണി കാണാൻ കഴിഞ്ഞു. പക്ഷെ ലോത്ത് ശ്രദ്ധിക്കാതെ പോയതാണ് ലോത്തിന്റെ നാശമെന്ന്. ലോത്തിന് ജീവരക്ഷ കിട്ടി എന്നല്ലാതെ അതിലപ്പുറം ആ മനുഷ്യന് നമ്മൾ പറയത്തില്ലേ, ശരിക്കും ജീവിച്ച് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഒരു വലഞ്ഞുപോയ നീതിമാന്റെ അധപതനം നമ്മളിവിടെ കാണുന്നു. അപ്പം ജീവനോട് നിർത്തി അതും അബ്രഹാമിനെ ഓർത്ത് ദൈവം ചെയ്തു. പക്ഷെ ഒന്നും തന്നെ
എനിക്കൊന്നും ദൈവത്തിന് വേണ്ടിയോ ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയോ ഒന്നും ജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കാൻ വെൽ സെറ്റിൽഡ് ആയ പലരുടെ ഹൃദയത്തിൽ കടന്നു വന്ന ഒരു ചിന്തയാണ്. ഞാൻ പലരുടെ ആത്മീയരെന്ന് പറയുന്ന ദൈവത്തെ വളരെ തീഷ്ണതയോടെ സേവിച്ച് ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കുവാനും ജീവിതം കൊടുക്കാനൊക്കെ തയ്യാറായി മുന്നോട്ട് വന്നവരുടെ ലൈഫില് അവർക്ക് വെൽ സെറ്റിൽഡ് ആകുന്ന ചില അവസ്ഥകൾ ദൈവം കൊടുക്കുമ്പോൾ മക്കൾക്ക്, കുടുംബത്തിന്, അല്ലെങ്കിൽ ജീവിതത്തിലെ പല സാധനം കൊടുക്കുമ്പോൾ അവരുടെ വേറൊരു മുഖവും കണ്ടിട്ടുണ്ട്, ജീവിതത്തിന്റെ ഒരു വേറൊരു ഫേസ് കണ്ടിട്ടുണ്ട്. കാരണം പിന്നീട് ദൈവത്തെ കൊണ്ട് പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം, അല്ലെങ്കിൽ ഞങ്ങള് ദൈവസഭയെ താങ്ങി നിർത്തുന്നവരാണ്, ഞങ്ങളുടെ വരുമാനം ദൈവസഭയ്ക്ക് വേണം, ഞങ്ങളുടെ സഹായം ശുശ്രൂഷകർക്ക് വേണം, ഞങ്ങളുടെ സഹായം എന്താ പറയണ്ടേ മറ്റു ആൾക്കാർക്ക് ആവശ്യമുണ്ട് എന്നുള്ള ചിന്തയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ ഐക്യപ്പെട്ടു പോകുന്നതും, അല്ലെങ്കിൽ അവർക്ക് പിന്നീട് അവിശ്വാസത്താൽ ഈ ലോകത്തിന്റെ പ്രഭു ഈ ലോകത്ത് അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി ആ സുവിശേഷം മറഞ്ഞിരിക്കുന്ന പോലെ വിശ്വാസിൽ വന്ന് കർത്താവിനെ സേവിച്ച് ദൈവം വളരെ എന്താ പറയണ്ടേ ഏറ്റവും നിർജീവത്വത്തിൽ നിന്ന് ജീവനിലേക്ക് നയിച്ച് ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തി ദൈവം പല കാര്യങ്ങൾ ചെയ്ത് ദൈവപ്രവർത്തിക്കായി ദൈവനാമ മഹത്വത്തിനായി ചെയ്ത പല കാര്യങ്ങളും അനുഭവിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മ ലഭിച്ച് സെറ്റിലായ പലരും പിന്നീട് അവർക്ക് അവരുടെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നാളിൽ വചനം ഗ്രഹിക്കാൻ പറ്റാത്ത പോലെ മനസ്സ് കുരുടായി പോയ പോലെ എന്തുകൊണ്ട് ദൈവം കൊടുത്ത നന്മകൾ തന്നെ അവരുടെ മനസ്സിനെ കുരുടാക്കി ദൈവിക സന്ദേശങ്ങളെ ഗ്രഹിപ്പാനോ ചെയ്തു വരുന്ന പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാനോ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് പുറത്തു വരാനോ കഴിയാതെ വണ്ണം വചനത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ വല്ലാതെ നന്മയിൽ അങ്ങ് കുരുടായി പോകുന്നതും നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. ഒത്തിരി വേദന തോന്നുന്ന ഒരു അനുഭവങ്ങളാണത്. അങ്ങനെ നമ്മളിൽ ആർക്കും ഭവിക്കാതിരിക്കട്ടെ. വെൽ സെറ്റിൽഡ് ആവുമ്പോൾ ഉണ്ടാകുന്ന വലിയ പരാജയങ്ങളാണ് അതൊക്കെ. വെൽ സെറ്റിൽമെന്റ് ഒക്കെ നല്ലതാണ്, പല കാര്യങ്ങൾക്കും അസ്ഥിരമായിരിക്കുന്ന സ്ഥിരമാകുന്ന നല്ലതാണ്, ഫലപുഷ്ടമില്ലാത്ത നാട്ടിൽ നിന്ന് ഫലപുഷ്ടമുള്ള നാട്ടിലേക്ക് പോകുന്ന നല്ലതാണ്, പച്ചപ്പില്ലാത്തതൊന്ന് പച്ചപ്പിലേക്ക് പോകുന്ന ഒക്കെ നല്ലതാണ്. പക്ഷെ ചോദ്യം അത് ദൈവത്തോട് നമ്മളെ എത്രയധികം അടുപ്പിക്കുന്നു, വിശ്വാസത്താൽ എത്രയധികം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നു, നമ്മുടെ കുടുംബത്തിന് നമ്മളായിരിക്കും ദേശം നമ്മൾ എത്രത്തോളം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്നും കൂടെ നാം ചിന്തിച്ചോണം. ലോത്ത് വെൽ സെറ്റിൽഡ് ആയി, പക്ഷെ ആ മനുഷ്യൻ അറിഞ്ഞില്ല അതൊരു അട്ടർ ഡിസ്ട്രക്ഷന് വേണ്ടി ഒരു എന്താ പറയണ്ടേ ഏറ്റവും അധികം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദേശത്താണ് താൻ സെറ്റിൽ ആയിരിക്കുന്നതെന്നും തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഒന്നിനെ കുറിച്ചും ആ സമയത്ത് തന്റെ കണ്ടില്ല, കുരുടായിപ്പോയി. തന്റെ കുടുംബം താൻ സെറ്റിൽ ആകുന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു തന്റെ മനസ്സിൽ. പക്ഷെ അബ്രഹാമിന്റെ മനസ്സ് മുഴുവനും വിളിച്ചിറക്കി ദൈവത്തെ പ്രസാദിപ്പിക്കണം. എവിടെ ഒരു അവസരം കിട്ടിയാലും, എവിടെ എവിടെ അതിനുള്ള അവസരം ഒത്തുവന്നാലും അവിടെ യാഗപീഠം പണിയണം, അവിടെ ദൈവത്തിന് യാഗമർപ്പിക്കണം, ദൈവത്തിന് കൊടുക്കുവാൻ താൻ അങ്ങനെയാണ് സെറ്റിലാകാൻ ആഗ്രഹിച്ചത്. ദൈവത്തിന് തന്നെ കൊടുക്കുന്ന ഒരു ഒരുക്കം, ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കുന്ന, ദൈവം ചോദിക്കുമ്പോൾ വിളിക്കുമ്പോൾ കവിണ്ണു വീഴുന്ന, ദൈവ ശബ്ദത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന, ദൈവിക ശുശ്രൂഷകൾക്ക് ദൈവത്തെ സന്തോഷത്തോടെ സേവിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് അബ്രഹാം ദിനംതോറും വളർന്നുകൊണ്ടിരുന്നപ്പോൾ ലോത്ത് തന്നെത്താൻ ജീവിച്ച് അവസാനം ഏറ്റവും ഒരു നാശത്തിലേക്ക് ഒരു ദൈവത്തിൽ നിന്ന് തികച്ചും ദൈവിക പദ്ധതിയിൽ അന്യപ്പെട്ട് അപ്പോഴും നോക്കുമ്പോൾ ആരാ സെറ്റിലായിരിക്കുന്നത്? ലോത്താണ് വെൽ സെറ്റിൽഡ് ആയി. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും അങ്ങനെയാണ്, പലരും വിലയിരുത്തുന്നത് ഒരു വെൽ സെറ്റിൽഡാ, ഒരിവിടെ സെറ്റിലായി. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ കൂടെ നോക്കിയിട്ട് ദൈവം പറയണം അതെ ഈ വെൽ സെറ്റിൽമെന്റ് ഒക്കെ എങ്ങോട്ടാണ് എന്നും കൂടെ. ഒത്തിരി ആത്മീയരുടെ കണ്ണ് കുരുടായി പോയിക്കൊണ്ടിരിക്കുക, ഒത്തിരി പേരുടെ ജീവിതം ദൈവത്തിന് അന്യപ്പെട്ടുകൊണ്ടിരിക്കുക, ഒത്തിരി പേരുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച ജോലിയും നന്മയും അവർക്ക് ലഭിച്ച വീടുകളും വണ്ടികളും ബാങ്ക് ബാലൻസുകളും ഒക്കെ അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ദൈവസഭയിൽ അവരെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. ദൈവവചനത്തിന് മുമ്പിൽ അവർക്ക് സ്വയം ശോധന കഴിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം അവരുടെ കണ്ണ് കുരുടായി പോയിരിക്കുന്നു. ആ ഒരു അവസ്ഥ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണം. ഒരു കാലത്ത് അതിന് നമ്മെ തന്നെ ശോധന കഴിക്കുവാൻ ഈ വചനങ്ങളെല്ലാം കാരണമായി തീരട്ടെ. എല്ലാ ഭൂമിയിൽ ജനിക്കുന്ന എന്താണ് ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെ ആഗ്രഹമാണ് സെറ്റിലാകണം. അതൊക്കെ എല്ലാ മനുഷ്യനും ഹൃദയത്തിൽ ഉണ്ടാകണം, ഒന്ന് സെറ്റിലാകണം. പക്ഷെ നമുക്ക് ആരെ പോലെ സെറ്റിലാകണം? അബ്രഹാം സെറ്റിലായ പോലെ സെറ്റിലായാൽ മതി. ആ സെറ്റിൽമെന്റ് ആണ്. അങ്ങനെ സെറ്റിലായി ഒടുവിൽ
അബ്രഹാം എങ്ങോട്ട് നോക്കുകയാണ്? എബ്രായ ലേഖനക്കാരൻ പറയുന്ന പോലെ അബ്രഹാമിന്റെ വെൽ സെറ്റിൽമെന്റ് എന്തോ ചോദിച്ചാൽ, തൻ വിശ്വാസത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഇസ്ഹാക്കിനെയൊക്കെ കിട്ടിയെങ്കിലും അബ്രഹാമിന്റെ കണ്ണ് കുരുടായി പോയില്ല. അതെ, സാറയെ കിട്ടി, അതിസുന്ദരിയായ ഭാര്യയെ കിട്ടി, അതെ, വാഗ്ദത്തം ചെയ്ത സന്തതിയെ കിട്ടി, അതിൽ എന്തെല്ലാം തന്റെ ജീവിതത്തിൽ ലഭിച്ചതും തന്നെ എങ്ങോട്ടാ നോക്കുന്നറിയാമോ? ദൈവശില്പിയായി നിർമ്മിച്ചതും ദൈവം അടിസ്ഥാനമിട്ടൊരു നഗരത്തിലേക്ക് നോക്കി പാർക്കുന്ന രീതിയിലേക്ക് തന്റെ അകക്കണ്ണുകൾ പ്രകാശിച്ചുകൊണ്ടേ. അതാണ് ദൈവം നമ്മളെ. എന്ത് ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. ദൈവം നമുക്ക് നിർജീവത്തെ ജീവനാക്കി തരും. ദൈവം നമ്മുടെ ഇല്ലായ്മ ദൈവം പ്രവർത്തിക്കും. നമ്മുടെ ശൂന്യതയെ ദൈവം നിറവാക്കും. ദൈവത്തിന് അതിനൊന്നും ഒരു പടിയില്ല. അവൻ പ്രവർത്തിക്കും ദൈവമാ. ഞാൻ പറയട്ടെ, അബ്രഹാം ഭൂമിയെ നോക്കാതിരുന്നപ്പോ ദൈവം പറഞ്ഞ തലമൊക്കെ ഒന്ന് നോക്ക്. അബ്രഹാം ഭൂമിയെ നോക്കാതെ ദൈവത്തെ നോക്കിയപ്പോ പറഞ്ഞു, നീ ആ തലമൊക്കെ അങ്ങോട്ട് നോക്ക്. അപ്പം ദൈവത്തിന് ഭൂമി തരാനും, അതെ, സ്വത്തും സമ്പത്തും കുഞ്ഞുങ്ങളും ജോലി, ഇതൊന്നും ദൈവത്തിന് നിഷിദ്ധമായ കാര്യങ്ങളല്ല. പക്ഷെ ഒറ്റക്കാര്യം ഓർത്തണം, ദൈവം ആ നന്മകളെ നമ്മുടെ കയ്യിൽ തരുമ്പോൾ അതേ നന്മകൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഹൃദയത്തെ അത് ഇരുട്ട് മൂടുവാൻ ഇടവരരുത്. ദൈവം സംസാരിക്കുന്നൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല. കാരണം എന്തോ? ഇസ്ഹാക്കാ കാരണം. ഇസ്ഹാക്ക് ഇങ്ങനെ മാറി കിടക്കുന്നതുകൊണ്ട്, ഇസ്ഹാക്കിനെ ഇങ്ങനെ മുല്ല ഊട്ടുന്നത് കൊണ്ട്, ഇസ്ഹാക്ക് ഇങ്ങനെ വലുതായി നടക്കുന്നുണ്ട്, അവന്റെ പുറകെ ഓടുന്നത് കൊണ്ട്, അവന്റെ കളിയും ചിരിയും കണ്ടോണ്ടിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദത്തിന് സ്ഥാനമില്ലാത്തൊരു വീടായി അബ്രഹാമിന്റെ ഭവനം മാറിയില്ല. അങ്ങനെ തന്നെ ഇന്ന് രാത്രി ദൈവജന ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്തോണം, ദൈവം നമുക്ക് തരുന്ന ഒരു നന്മകളും ദാനങ്ങളും, ഒരു സെറ്റിൽമെന്റും, ദൈവം തരുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റും, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, വീടായിക്കോട്ടെ, വാഹനമായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, വീട്ടിന് എന്തുമായിക്കോട്ടെ, അത് അളവറ്റ സന്തോഷമോ ആഴമേറിയ ദുഃഖമായിക്കോട്ടെ, ദൈവം അനുവദിക്കുന്ന ഈ രണ്ട് ജീവിത സാഹചര്യങ്ങളും ദൈവത്തിന്റെ ശബ്ദത്തിൽ അന്യപ്പെട്ടു പോകുവാൻ, ദൈവിക കൂട്ടായ്മയിൽ അന്യപ്പെട്ടു പോകുവാൻ, ദൈവ ശബ്ദം കേൾക്കാൻ കഴിയാതെ വണ്ണം ഹൃദയം അങ്ങ് ഇരുണ്ടു പോകുവാൻ ഇടവരരുത്. കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ ജീവിപ്പാൻ കാരണമാകരുത്. ദൈവത്തിനേക്കാൾ തിരുത്തുവാൻ ദൈവം സംസാരിച്ചിട്ടും അതിന് അല്പം പോലും ചെവി കൊടുക്കാതെ വണ്ണം തീരുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതം തെന്നി മാറുന്നത് ഒന്നല്ല, ഒട്ടനവധി പേരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ വളരെയധികം ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭാവിയുടെ സുരക്ഷയ്ക്കായിട്ട് നമുക്ക് അതിനെ കാണാം. നമ്മൾ വിശ്വാസത്തിലാണ് സെറ്റിലാകട്ടെ, അല്ലെ? നമ്മുടെ ബാക്കിയൊക്കെ കർത്താവ് നമുക്ക് ചെയ്തു തരും. നമ്മൾ ഉറപ്പിക്കേണ്ട അവിടെയാണ്. ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആണോ? ഫെയ്ത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണോ? വിശ്വാസത്തിൽ എനിക്ക് സ്ഥിരതയുണ്ടോ? ബാക്കി ഏത് അസ്ഥിരതകളെ മാറ്റുവാൻ പക്ഷെ ഇന്ന് ശ്രദ്ധിച്ചേ, പലരും അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓടുമ്പോണ്ടല്ലോ അവരെന്ത് നഷ്ടമാക്കുവാന്നറിയാവോ? വിശ്വാസം അസ്ഥിരരായിക്കൊണ്ടാ പലരും സ്ഥിരതയിലേക്ക് ഓടുന്നത്. പക്ഷെ നമുക്കൊരു തീരുമാനം എടുക്കണം. വിശ്വാസ ജീവിതത്തെ അസ്ഥിരമാക്കിക്കൊണ്ട് ഞാൻ ഒരു സ്ഥിരതയ്ക്കും പുറകെ ഓടത്തില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റും വേണ്ട. ദൈവം എന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആക്കുവാൻ ശക്തനാണ്. പക്ഷെ എനിക്ക് ആദ്യം എസ്റ്റാബ്ലിഷ്ഡ് ആകേണ്ടത്, എനിക്ക് സ്ഥിരപ്പെടേണ്ടത് വിശ്വാസ ജീവിതത്തിലാണ്. ദൈവത്തെ സേവിക്കുന്ന, പ്രസാദിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന വിഷയത്തിൽ എനിക്കൊരു സ്ഥിരത വേണം. അവിടെ ഞാൻ വെൽ സെറ്റിൽഡ് ആകണം, ഞാൻ അവിടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആകണം എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ വേണം നാം ദൈവത്തിലായിരിക്കുവാൻ, കർത്താവിനെ സേവിക്കാൻ. അപ്പം ലോത്ത് അബ്രഹാമിന് ഡിപ്പാർട്ടഡായി, സെപ്പറേറ്റഡ് ആയി അന്ന് സൊദോമിലേക്ക് നീങ്ങി പാളയമടിച്ചു. അങ്ങോട്ട് പോയി. എന്നാൽ അബ്രഹാം ആ സമയത്ത് എന്ത് ചെയ്തു? അബ്രഹാം മമ്രയുടെ തോപ്പിനടുത്ത് വന്ന് പാർത്ത് ഹെബ്രോനിലേക്ക് വരുന്നു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം വരുന്നു. അബ്രഹാമിന്റെ മനസ്സിൽ അതാണ്. കാരണം തനിക്കറിയാം, താൻ പണ്ട് എങ്ങനെ ദൈവത്തെ കണ്ടിരുന്നു, ആരെന്നറിയാതെ, ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ, എന്താ പറയണ്ടേ, മാനുഷികമായ നിരൂപണങ്ങളാൽ ദൈവത്തെ സേവിച്ചിരുന്ന ഒരു കാലം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ദൈവം അരുളി ചെയ്യുന്ന ദൈവ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ വിളി കേട്ടുകൊണ്ട്, ബ്രാവേ എന്നുള്ള വിളി കേട്ടുകൊണ്ട് ദൈവത്തെ സേവിക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് അബ്രഹാമിനെ സ്വത്തിനേക്കാളും മക്കളെക്കാളും ജീവിതത്തിലെ സുന്ദരിയായ ഭാര്യയെക്കാളും എല്ലാം അബ്രഹാമിനെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, എന്റെ പേഴ്സൺ വിളിക്കുന്ന, എന്നോട് സംസാരിക്കുന്ന, എന്റെ ഉള്ളങ്ങളെ അറിയുന്ന, എന്റെ നെടുവീർപ്പുകളെ അറിയുന്ന, എന്നെ കരുതുന്ന, എന്നെ കേൾക്കുവാൻ കഴിയുന്ന, എന്നെ പേഴ്സൺ വിളിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ സേവിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥത്തോടെ, അഭിമാനത്തോടെ, ആനന്ദത്തോടെ അബ്രഹാം കൂടാരം നീക്കിയടിച്ചത്. തന്റെ മുന്നിലുള്ള ഫലപുഷ്ടമായ ദേശമല്ലായിരുന്നു എന്റെ ഹൃദയത്തിലെ ആനന്ദത്തിന്റെ കാരണം. പിന്നെയോ പേർ ചൊല്ലി വിളിച്ച് തന്നെ മുന്നോട്ട് നയിക്കുന്ന ദൈവം തന്നെയായിരുന്നു എന്റെ ഹൃദയത്തിന്റെ ആനന്ദത്തിന്റെ കാരണം. താൻ ദൈവത്തിൽ രസിച്ചിരുന്നു. അതുകൊണ്ടാണ് താൻ ആദ്യം തന്നെ തനിക്ക് അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിയാൻ
എവിടെ എപ്പോഴും അത് ആവർത്തിച്ച് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു. ഞാൻ പറഞ്ഞിരുന്നു, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞെങ്കിലും അബ്രഹാം ലോത്തിനെ വിട്ടുപിരിഞ്ഞിരുന്നില്ല. അത് മനസ്സിലാക്കുവാൻ ഈ 14 അധ്യായം വളരെ പ്രയോജനം ചെയ്യും. അബ്രഹാം ലോത്തിനെ ഒരിക്കലും വിട്ടുപിരിഞ്ഞില്ല. അബ്രഹാമിന്റെ ഹൃദയത്തിൽ 14 അധ്യായവും അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 18 അധ്യായവും വളരെ വ്യക്തമായി നമുക്ക് തരുന്ന സൂചന അബ്രഹാമിന്റെ ഹൃദയത്തിൽ എന്തുമാത്രം സ്ഥാനം ലോത്തിനുണ്ടായിരുന്നു. താൻ അതിനുവേണ്ടി എന്തും, ഹൃദയത്തിലുള്ള സ്ഥാനം മാത്രമല്ല, തനിക്കുള്ള മുഴുവൻ ആയുധങ്ങളെയും ആൾക്കാരെയും പുറത്തെടുത്ത് തന്റെ സഹോദരപുത്രനെ രക്ഷിക്കാൻ തക്ക ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് അബ്രഹാം ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചു. അതാണ് ആരോഗ്യമുള്ള വിശ്വാസ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നീതിമാന്റെ ലക്ഷണം. അബ്രഹാം വലഞ്ഞുപോയ നീതിമാനല്ലായിരുന്നു, സിക്ക് റൈച്ചസ് അല്ലായിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുകയും അത് ദൈവത്തിൽ നിന്ന് നീതിയായി കണക്കിടുകയും ചെയ്യപ്പെട്ട മനുഷ്യനാണ്. 14 അധ്യായം ഒരു യുദ്ധത്തിന്റെ ചരിത്രം പറയുക. ഇത് നമ്മുടെ വായിൽ കൊള്ളാത്ത പേരുകളും സ്ഥലങ്ങളും രാജാക്കന്മാരുടെ പേരുകളുമാണ് 14. ഇതിൽ അതിന്റെ ഒരു ഒരു കൺക്ലൂഷൻ നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം. 5 രാജാക്കന്മാർ 4 രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു ചരിത്രം അവിടെ എഴുതിയിരിക്കുകയാണ്. എന്താന്ന് ചോദിച്ചാൽ, ഇതിലെ ഈ 5 രാജാക്കന്മാരിൽ സൊദോമിന്റെയും ഗൊമോറയുടെയും രാജാക്കന്മാരുണ്ട്. അവരെയൊക്കെ ഈ ഓപ്പോസിറ്റുള്ള ഏലാം രാജാവായ കെദോർ ലയോമോർ, അത്ര അത് കൂടുതലേക്ക് പോകണമെന്നില്ല, അവിടെ അവരെ അടിമകളാക്കി വെച്ചിരുന്നു, അല്ലെങ്കിൽ അവരെ പരിഭരിച്ചിരുന്നു. അതിനെ എതിർത്തപ്പോൾ, അവരുടെ സ്ലേവറിയിൽ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ യുദ്ധം ആരംഭിച്ചു. അതിന് യുദ്ധം നടക്കുന്ന ചരിത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ യുദ്ധത്തിന്റെ സമയത്ത് ഈ 4 രാജാക്കന്മാർ, 4 രാജ്യത്തിന്റെ രാജാക്കന്മാർ, 5 രാജ്യത്തിന്റെ രാജാക്കന്മാർ, 4ഉം 5ഉം കൂടെ ഉള്ള 4 രാജാക്കന്മാർ 5 രാജ്യം തമ്മിലുള്ള യുദ്ധമാണ്. അതിൽ 5 രാജാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ഈ സൊദോം രാജാവ്, നമുക്ക് ഈ സൊദോം രാജാവും ശാലേം രാജാവും ഒക്കെ നമുക്കറിയാം. നമ്മൾ ഈ ഭാഗം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് അറിയാം. അബ്രഹാമിനെ എതിരേറ്റു വന്ന ശാലോം രാജാവും പിന്നെ മൽക്കീസേദെക്കും പിന്നെ സൊദോം രാജാവും അബ്രഹാം എന്നുള്ള സംഭാഷണം വിശ്വാസികൾക്ക് വളരെ പ്രസിദ്ധമായ ഒരു പരിചിതമായ ഭേദഭാഗമാണെന്നറിയാം. അതിന്റെ ഒരു പശ്ചാത്തലമാണ് ഈ പറയുന്നത്. അപ്പം യുദ്ധം നടക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിൽ ഈ സൊദോം രാജാവ് അവരുടെ കൂട്ടത്തിലുള്ള ടീം, രാജാക്കന്മാരുടെ കൂട്ടം തോക്കുകയാണ്. അങ്ങനെ തോറ്റപ്പോൾ അവര് ഒരു കുഴിയിൽ വീഴുന്നു. അങ്ങനെ സിദ്ധിയും താഴ്വരയിൽ കീഴ്ക്കുഴികളിൽ അവര് വീഴുന്നു. ശേഷം പർവ്വതത്തിലേക്ക് ഓടിപ്പോകുന്നു. 14:11 സൊദോമിലും ഗൊമോറയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനവും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി. നേരത്തെ തന്നെ അവർ അടിമകളാക്കി വെച്ചിരുന്ന കെദോർ ലയോമോർ എന്ന രാജാവിന്റെ കൂട്ടരും അവര് ജയിക്കുന്നു. ഇവരെ എടുത്തുകൊണ്ട് പോവുകയാണ്. അബ്രഹാമിന്റെ സഹോദരന്റെ മകനായി സോദോമിൽ പാർത്ത ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. അങ്ങനെ ആ 5 രാജാക്കന്മാരുടെ നേരെ യുദ്ധം വന്നു. സിദ്ധിയും താഴ്വരയിൽ കുഴികൾ ഉണ്ടായിരുന്നു. സൊദോ രാജാവും ഗൊമോറ രാജാവും ഓടിപ്പോയി അവിടെ വീണു. സൊദോ രാജാവും ഗൊമോറ 10-ാം വാക്യം, ഓടിപ്പോയി അവിടെ വീണു, ആ കുഴികളിൽ വീണു. ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. അങ്ങനെ രാജാക്കന്മാർ വീഴുന്നു. ജയിച്ച രാജാക്കന്മാർ സൊദോമിലും ഗൊമോറയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി. അവിടെ ആ ഭാഗമല്ലല്ലോ നമുക്ക് ചിന്തിക്കണ്ടേ. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, അബ്രഹാമിന്റെ സഹോദരന്റെ മകനായി സോദോമിൽ പാർക്കുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഓർത്തോണം, ഈ ഭാഗം വായിക്കുമ്പോ സമ്പത്ത് വഹിക്കാൻ പറ്റാഞ്ഞിട്ടാ രണ്ടായിട്ട് പിരിഞ്ഞേ. അവരെടുത്തു പറയുന്ന വാക്കാത്. സമ്പത്ത്, ആടുമാടുകളും ഇടയന്മാരും ദാസിദാസന്മാർ എല്ലാം കൂടെ വഹിക്കാൻ പറ്റാതിന്റെ അഭിപ്രായമായിട്ട് വേർപിരിയുന്നു. ആ ലോത്തിനെയും അവന്റെ സമ്പത്തിനെ ആര് കൊണ്ടുപോവാ? ഈ 4 കെദോർലോമാറിന്റെ 4 രാജാക്കന്മാരുടെ കൂട്ടക്കാരൻ സൊദോം രാജാവും ഗൊമോറ രാജാവും വീണു. ആ 5 രാജാക്കന്മാർക്ക് അവിടെ പരാജയം സംഭവിക്കുമ്പോൾ മറ്റവർ ജയിച്ചിട്ട് അവർ സൊദോമിനെ കൊള്ളയിടുമ്പോൾ ഇവിടെ എടുത്തു പറയുന്നു, ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടു. ഞാനിത് വായിച്ചപ്പോ ഓർത്ത എന്നാ പറയോ, ഈ ദൈവത്തെ മുൻസ്ഥാനം കൊടുക്കാതെ
ദൈവിക പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, കർത്താവിനെ സേവിക്കേണ്ട സ്നേഹിക്കേണ്ട സമയത്ത് അതിനുവേണ്ടി നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാതെ നാം എന്തൊക്കെ ചരിച്ചു വെച്ചാലും ദൈവത്തിന് പദ്ധതിയുള്ള കാര്യം പറയുന്നേ. കൂട്ടിവെക്കുമ്പോൾ ഓർത്തോണം, ആണ്ടുകളായി കൂട്ടിവെക്കുന്ന കാര്യം ഒറ്റ രാത്രി കൊണ്ട് പോകാനേ ഉള്ളൂ. ഒരൊറ്റ സംഭവം ആ ദേശത്ത് നടന്നപ്പോൾ ലോത്ത് ശൂന്യനായി. ലോത്തിനെയും അവനുള്ള സമ്പത്തിനെയും എല്ലാം അവർ കൊണ്ടുപോയി, എല്ലാം പിടിച്ചോണ്ടുപോയി. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാമിനെ അറിയിച്ചു. ഏതായാലും ഒരാള് അവിടുന്ന് പിടിവിട്ടു കിട്ടി. ആള് എങ്ങോട്ട് പോയെന്ന് നോക്കിക്കേ. ഞാൻ വെൽ സെറ്റിൽഡാ, എനിക്കിനി ആരുടെ ആവശ്യമില്ല എന്ന് പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാ. എനിക്ക് അത്രയ്ക്ക് സമ്പത്താ, ഞങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ല, അത്രമാത്രം സമ്പത്താ. പക്ഷേ ഒരു നിമിഷം കൊണ്ട് ലോത്ത് കൊള്ളയായിപ്പോയി, എന്റെ സമ്പത്ത് കൊള്ളയായിപ്പോയി. ഒരാൾ അവിടുന്ന് രക്ഷപ്പെട്ടു. അബ്രഹാമിനോട് ചെന്ന് പറഞ്ഞു. ഇനിയാണ് അബ്രഹാമിന്റെ ഹൃദയത്തിൽ ലോത്തുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന ഭാഗം. 14:14 ഉൽപ്പത്തി 14:14 തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയെന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. അതായത് തന്റെ ജീവൻ, തന്റെ കൂടെയുള്ളവരുടെ ജീവൻ. നമ്മൾ അബ്രഹാമിനെ ഒരു യോദ്ധാവായി കാണുന്ന ഒരു ഭാഗം ഇതേ ഉള്ളൂ, അല്ലേ? വിശ്വാസത്തിലെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് നമുക്ക് താനൊരു യോദ്ധാവാണ്, ഒരു യുദ്ധവീരനും കൂടെയാണ്. ഭയരഹിതമായി യുദ്ധമുഖത്തേക്ക് ഇറങ്ങി പുറപ്പെടാൻ ധൈര്യമുള്ള ഒരു പ്രഭുവാണ്. അതിന് തന്റെ പക്കൽ 318 ട്രെയിൻഡ് മെൻ, എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് അഭ്യസിക്കപ്പെട്ട ട്രെയിൻഡ് ആയിട്ടുള്ള വീരപുരുഷന്മാർ അബ്രഹാമിന് ഉണ്ടായിരുന്നു. അത് വെളിപ്പെടുന്ന എപ്പോഴാണെന്നറിയാവോ? ഒരിക്കൽ പോലും അബ്രഹാം അത് വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്നേഹം വെളിപ്പെടേണ്ടത്, സഖ്യതകൾ വെളിപ്പെടേണ്ടത്, കരുതൽ വെളിപ്പെടേണ്ടത് നമ്മുടെ വാക്കിലൂടെയല്ല. അതിനാവശ്യം വരുമ്പോൾ, അതിന് അത്യാവശ്യം വരുമ്പോൾ, അതിന് പ്രയോജനപ്പെടുന്നത് വരുമ്പോഴാണ് അത് ഉപയോഗിക്കേണ്ടത്, അത് ചെയ്യേണ്ടത്. എന്റെ കയ്യിൽ 318 പേരുണ്ടെന്ന് അബ്രഹാം ഒരിടത്തും വീരവാദം മുഴക്കിയിട്ടില്ല. ഞാൻ എന്റെ വീട്ടിൽ ജനിച്ചവരെ 318 അഭ്യാസികളെ എന്ന് പറഞ്ഞാൽ വെൽ ട്രെയിൻഡ് മെൻ. എങ്ങോട്ടാ പോകേണ്ടത്? 5 രാജാക്കന്മാർ 4 രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്തിട്ട് 5 രാജാക്കന്മാരുടെ സഖ്യത തോറ്റെടുത്തേക്കാണ് ആര് പോകേണ്ടത്? അബ്രഹാം പോകേണ്ടത്. പക്ഷെ അബ്രഹാം യുദ്ധം ജയിക്കാൻ പോയതല്ല, അബ്രഹാം കൊള്ളയിടാൻ പോയതല്ല, അബ്രഹാം യോദ്ധാവും തെളിയിക്കാൻ പോയതല്ല, അബ്രഹാം 318 പേർക്ക് കിട്ടിയ അവസരം ഉപയോഗിക്കാൻ പോയതല്ല. അബ്രഹാമിന് ചോദിച്ച ഒറ്റ ഉത്തരമേ പറയാനുള്ളൂ: എന്റെ സഹോദരപുത്രനെ മടക്കി കൊണ്ടുവരണം, അവനെ കൊള്ളയായി കൊടുക്കാൻ എനിക്ക് ഒരിക്കലും കഴിയത്തില്ല. അപ്പൊ അവിടെ ചോദിക്കാൻ, വിട്ടുപിരിഞ്ഞവല്ലേ, പോയതല്ലേ, അവനായില്ലേ, അവന്റെ പാടായില്ലേ? അവൻ തന്നെയല്ലേ, അവന്റെ ഇഷ്ടമായിരുന്നല്ലോ ആ സ്ഥലം തെരഞ്ഞെടുത്തത്. സ്വതമായി പോയി പാർത്തുകൊണ്ടല്ലേ സംഭവിച്ചേ? 1000 കാരണങ്ങൾ അബ്രഹാമിന് പറയാനുണ്ട് ലോത്തിനെ രക്ഷിക്കാതിരിക്കാൻ. ഒറ്റ കാരണമുള്ള രക്ഷിക്കാൻ, താൻ അവനെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം മതി. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി. ഒരാളെ സഹായിക്കാതിരിപ്പാൻ, ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിപ്പാൻ, ഒരാളെ സ്നേഹിക്കാതിരിപ്പാൻ 1000 കുറവുകൾ പറയാൻ പറ്റും. പക്ഷെ ഒരാളെ സ്നേഹിപ്പാൻ, അവരോട് ക്ഷമിപ്പാൻ ഒറ്റ കാരണം മതി: ദൈവം ക്രിസ്തുവിൽ എന്നോട് ക്ഷമിച്ചതുപോലെ ഞാനും ഇവനെ ക്ഷമിക്കുന്നു, സ്നേഹിക്കും. അബ്രഹാമിന് 1000 കാരണങ്ങൾ പറയാം.
എനിക്ക് സ്വതോമിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജാക്കന്മാരുടെ യുദ്ധം നടന്നിട്ട് അതേ ഭൂരിപക്ഷമുള്ള രാജാക്കന്മാർ തോറ്റയിടത്തേക്ക് ഞാൻ എന്റെ 318 പേരെ കൊണ്ടുപോയാൽ ഒടുവിൽ അത് റിസ്ക് ആകും എന്നോർത്ത് തന്റെ ലൈഫ് റിസ്ക് ചെയ്യുവാൻ തനിക്ക് തയ്യാറാകാതെ തനിക്ക് ആ വാർത്ത കേട്ടിട്ട് കേൾക്കാത്ത പോലെ ഇരിക്കാമായിരുന്നു. പക്ഷെ അബ്രഹാം എന്ന മനുഷ്യൻ, അതായത് അത് സിക്ക് റൈച്ചസ് അല്ല, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, അതെ, ദൈവവും മനുഷ്യനും കൂടെ വരുമ്പോൾ ആർക്ക് പ്രാധാന്യം കൊടുക്കും? ദൈവത്തിന്. പക്ഷെ സ്നേഹബന്ധങ്ങൾക്ക് അതിന്റെ ഏറ്റവും വലിയ മൂല്യത കൊടുക്കുന്ന മനുഷ്യൻ, സമ്പത്തിനേക്കാൾ അധികം വ്യക്തികളെ സ്നേഹിച്ച മനുഷ്യൻ, ബന്ധങ്ങൾക്ക് വില കൊടുത്ത മനുഷ്യൻ ലോത്ത് പിടിപെട്ടു എന്ന് കണ്ടപ്പോൾ അവനെ രക്ഷിപ്പാൻ വേണ്ടി അന്ന് വരെ കാണാത്ത ഒരു പടയവിടുന്ന് പുറപ്പെടുകയാ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് യാഗമെടുത്തത് യാഗം അതെ അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെ, സുഗ്രാഹ്യമായ ആരാധനയായത് ദൈവസന്നിധിയിൽ ചെന്നിട്ടുണ്ട്. അബ്രഹാമിന്റെ ഭവനത്തിലെ അനേക സംഭാഷണങ്ങൾ നമുക്കറിയാം. അബ്രഹാമിന്റെ ഭവനത്തിലെ അതെ പലരെയും നമുക്കറിയാം. പക്ഷെ ഇതാ ആരും കാണാത്തൊരു കാഴ്ച അവിടെ കാണുന്നു, ആരും പ്രതീക്ഷിക്കാത്ത ഒരു പുറപ്പാട് അവിടെ കാണുന്നു. എന്തിനാന്ന് ചോദിച്ചാൽ അബ്രഹാം ഇതാ തന്റെ കൂടെയുള്ള അഭ്യാസികളുമായി ഒരു യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെടുന്നു. അതിന്റെ നേതൃത്വം വഹിക്കുന്നു, ഒരു നായകനായി പുറപ്പെടുന്നു. ഒറ്റ കാരണമേ ഉള്ളൂ, രാജ്യം പിടിച്ചടക്കാനല്ല. തന്റെ ആയുസ് മുഴുവനും ആ പരദേശിയായി ഇവിടെ പാർത്തിട്ടും ഒരു സെന്റ് ഭൂമിക്ക് പോലും താൻ യുദ്ധം ചെയ്തിട്ടില്ല. താൻ വളരെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവരോട് ചോദിക്കുന്നത്, ഈ മക്പേല ഗുഹയിൽ അടക്കേണ്ട ഈ പ്രദേശം വിലയ്ക്ക് എനിക്ക് തരാമോ എന്ന് ബഹുമാനത്തോടെ ചോദിച്ച മനുഷ്യനാണ് അബ്രഹാം. എന്നാൽ യുദ്ധത്തിന് വേണ്ടി അവർ ഇറങ്ങിത്തിരിച്ചത് സ്ഥലം ദേശം കൈവശമാക്കാനല്ല, പിന്നെയോ തന്റെ സഹോദരപുത്രനെ തിരിച്ചു പിടിക്കുക. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം ഇതിന്റെ ഭാഗം, എങ്കിലും ഒന്നും കൂടി രാത്രി ചിന്തിക്കുന്നതിൽ നമുക്ക് പ്രയാസം തോന്നേണ്ടാകും, നമുക്ക് അനുഗ്രഹമായി തന്നെ തീരും. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒട്ടും കാണാത്തൊരു കാഴ്ച, അല്ലെങ്കിൽ അബ്രഹാമിന്റെ വീട്ടിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യുദ്ധ സന്നാഹത്തോടുള്ള പുറപ്പാട് ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? തന്നെ വിട്ടുപിരിഞ്ഞ് ഇനി യാഗപീഠം ഉണ്ടാക്കണമെന്നോ? പിന്നെ ഒരിക്കലും നമ്മൾ കാണുന്നില്ല ലോത്ത് ഒരു യാഗപീഠം ഉണ്ടാക്കിയതോ, ലോത്ത് ദൈവത്തെ ആരാധിക്കുന്നു, നമുക്കറിയില്ല, വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. എന്നാൽ അബ്രഹാം എന്തെല്ലാം കാര്യങ്ങൾ തനിക്ക് ഇവിടെ പറയാനുണ്ടെങ്കിലും ഒരൊറ്റ കാരണത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചു വരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. രാത്രിയിൽ അബ്രഹാമും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ചു. ദമ്മേശക്കിന്റെ ഇടത്തുഭാഗത്തുള്ള ഹോബാ വരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു. തന്റെ സഹോദരനായ ലോത്തിനെയും, കേട്ടോണേ, തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു. നമ്മൾ ഈ ഒത്തിരി ഓവർ സ്മാർട്ട് ആകുന്നവരും ഒത്തിരി മിടുക്ക് കാണിക്കുന്നവരൊക്കെ ഒന്ന് ഇത് ശ്രദ്ധിച്ചോണം. ഒത്തിരി അങ്ങ് തെറ്റിലാകാൻ ഓടുന്നവരും ശ്രദ്ധിച്ചോണം. ദൈവത്തിന് പദ്ധതിയുള്ളവർ, ദൈവത്തിന് ഉദ്ദേശമുള്ളവർ, ഇനി എനിക്ക് ആരെ കൊണ്ട് ആവശ്യമെന്ന് അഹങ്കരിക്കുന്നവർ. ലോത്തങ്ങനെ അഹങ്കരിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷേ റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കാൻ പരാജയപ്പെടുന്നവർ. ഈ ഭൂമിയിലെ ജീവിതമാണ് മറ്റെന്തിനേക്കാളും വലുത്. ഇവിടെ 10 കാശുണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ പിള്ളേരെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ കാശില്ലെങ്കിൽ എന്തിന് ജീവിതം, പിള്ളേരില്ലെങ്കിൽ എന്തിന് ജീവിതം, ഒരു നല്ല വീടില്ലെങ്കിൽ എന്തിന് ജീവിതം എന്ന് പറയുന്നവർ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഇതെല്ലാം കിട്ടിയ ഒരു മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് കൊള്ളയാക്കപ്പെട്ടു, പിടിക്കപ്പെട്ടു, ഏതുമില്ലാതായി. ചിന്തിച്ചേ, അബ്രഹാം അവിടെ പുറപ്പെടുന്നില്ലായിരുന്നെങ്കിൽ, അബ്രഹാം അവിടെ ഇറങ്ങി പുറപ്പെടുന്നില്ലായിരുന്നെങ്കിൽ, യുദ്ധം ചെയ്യുവാൻ തയ്യാറാകുന്നില്ലായിരുന്നെങ്കിൽ, രക്ഷിപ്പാൻ തയ്യാറാകുന്നില്ലായിരുന്നെങ്കിൽ, കർത്താവിനെ അറിയാം. നമ്മളെയൊക്കെ ജീവിതത്തിൽ നാം വ്യക്തമായി തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും കർത്താവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കും. പ്രാധാന്യം കൊടുക്കുന്നതിന് പ്രാധാന്യം കൊടുക്ക്. ദൈവസന്നിധിയിൽ കടന്നു വരേണ്ട സമയം കടന്നു വാ. തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്ക്. തന്നെത്താൻ താഴ്ത്തേണ്ട സമയത്ത് താഴ്ത്ത്. പാപ സ്വഭാവങ്ങളെ വിട്ടുതിരിയേണ്ട സമയത്ത് വിട്ടുതിരി എന്നുള്ള ബുദ്ധിപദേശം കേൾക്കുമ്പോൾ
പലപ്പോഴും അതിനെ രണ്ടാമതാക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ ഇതൊരു മുന്നറിയിപ്പാ. അബ്രഹാം പുറപ്പെട്ടു. തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു. അവൻ കെദോർലായോമോരിനെയും കൂടെയുള്ള രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ടും മടങ്ങി വന്നപ്പോൾ ഈ 5 രാജാക്കന്മാർ നിരന്നു നിന്ന് 4 രാജാക്കന്മാരുടെ കൂട്ടത്തോട് യുദ്ധം ചെയ്ത് തോറ്റയിടത്ത് അബ്രഹാമും ഈ 318 അഭ്യാസികളും തന്നോട് സഖ്യം ചെയ്ത ചിലരും താൻ പുറപ്പെട്ടു പോയി എല്ലാം മടക്കിക്കൊണ്ടുവന്ന് യുദ്ധത്തിലും ജയിച്ച് മടങ്ങി വരിക. നമുക്ക് അബ്രഹാം ദൈവത്തെ യാഗപീഠം ഉണ്ടാക്കി ദൈവത്തിന് യാഗമർപ്പിക്കുന്ന അബ്രഹാമിൽ ഇങ്ങനെ ഒരു യോദ്ധാവിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? പലരും വിചാരിക്കുന്നത് വേറൊരു പണിയില്ലായിട്ട് നമ്മൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചെന്നാ. അയ്യോ, ഒന്നിനും അങ്ങനെ അല്ല പ്രിയരെ. യാഗപീഠത്തിൽ നിന്ന് ഭൂമിയെ നോക്കാതെ തലമൊക്കെ ഒന്ന് നോക്ക് എന്ന് പറയുമ്പോ നോക്കുന്ന അബ്രഹാം ഭൂമിയെ അറിയാത്ത മനുഷ്യനല്ല. അതെ, യുദ്ധമെന്നറിയാത്ത മനുഷ്യനല്ല. ധൈര്യശാലിയാണ്. പ്രതിസന്ധിയെ നേരിടുവാൻ ദൈവനോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ട്. പക്ഷെ അവന്റെ ഇതൊന്നിനും ജീവിതത്തിൽ അബ്രഹാം ഇതിനൊന്നിനും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇതൊന്നും തന്നെ എനിക്ക് കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ എന്റെ ഇന്ന് പറയുന്ന യാതൊന്നും അബ്രഹാം ഇല്ലായിരുന്നു. അബ്രഹാമിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ദൈവം എന്നോട് ഭൂമി വാഗ്ദാനം ചെയ്തു, സന്തതിയെ വാഗ്ദാനം ചെയ്തു, കാര്യമൊക്കെ ശരിയാ. പക്ഷേ ഞാൻ വാഗ്ദാനത്തിലേക്കല്ല നോക്കുന്നേ, വാഗ്ദത്തം ചെയ്ത ദൈവത്തിലേക്കാണ് ഞാൻ നോക്കുന്നത്. അവങ്കിലേക്ക് നോക്കിയുള്ള ഒരു യാത്ര, അവന്റെ മുഖത്തേക്ക് നോക്കിയുള്ള ഒരു യാത്ര, അവന്റെ ശബ്ദത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള യാത്ര. ആ യാത്രയിൽ അബ്രഹാം അതെ വിശ്വാസത്താൽ മുന്നോട്ട് നടക്കുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ദിവസം വന്നു. ഇറങ്ങി പുറപ്പെട്ട് ഒരു യോദ്ധാവായി രാജാക്കന്മാർ പരാജയപ്പെട്ടയിടത്ത് 5 രാജാക്കന്മാർ, സ്വതം രാജാവ്, ഗൊമോറ രാജാവ്, ശേഷിച്ച 3 രാജ്യത്തെ രാജാക്കന്മാർ, അങ്ങനെ 5 രാജാക്കന്മാരുടെ സഖ്യത 4 രാജാക്കന്മാരുടെ പരാജയപ്പെട്ട ഇടത്ത് രാജാക്കന്മാർ കീഴ്ക്കുഴികളിൽ വീട് കിടക്കുമ്പോൾ സൊദോമിനെ രക്ഷിക്കേണ്ട രാജാവ്, ഗൊമോറയെ രക്ഷിക്കേണ്ട രാജാവ് വീട് കിടക്കുമ്പോൾ ആര് പുറപ്പെടുക? ഹെബ്രോനിൽ നിന്ന് അബ്രഹാം ഹെബ്രോനിൽ നിന്ന് പുറപ്പെട്ട് ലോത്തിനെ രക്ഷിപ്പാൻ വരികയും ലോത്തിനെ രക്ഷിക്കുക മാത്രമല്ല, കൊള്ളയാക്കപ്പെട്ട സമ്പത്തിനെയും ആളുകളെയും തിരിച്ചു കൊണ്ടുവരിക മാത്രമല്ല, അവരെ നാളുകളായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കെദോർലായോമോർ എന്ന രാജാവിനെയും കൂടെ തോൽപ്പിച്ച് മടങ്ങി വരുന്ന ഒരു മനുഷ്യനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവന്റെ ഉള്ളിൽ ദൈവസ്നേഹം മാത്രമല്ല വ്യാപരിച്ചിരുന്നത്, സഹോദര സ്നേഹവും വ്യാപരിച്ചിരുന്നു. ദൈവസ്നേഹമുള്ളവന് സഹോദര സ്നേഹവും ഉണ്ടാവും. ലോത്തിനോടുള്ള തന്റെ സ്നേഹം, ശാന്തമായി വീട്ടിലിരുന്ന മനുഷ്യൻ ഈ അഭ്യാസികളെ തന്റെ സ്വാർത്ഥതയ്ക്കായി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ഈ അഭ്യാസികളെ തന്റെ നേട്ടത്തിനായി ഉപയോഗിച്ചിട്ടില്ല. ആരോടും വഴക്കിടാൻ ഉപയോഗിച്ചിട്ടില്ല. ആർക്കും നേരെ ഉപയോഗിച്ചിട്ടില്ല. ഒന്നും തന്റെ പേരിലാക്കുവാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഒരാവശ്യം വന്നപ്പോൾ, അതെ യുദ്ധത്തിന് ഇറങ്ങേണ്ട ആവശ്യം വന്നപ്പോൾ, തിരിച്ചു പിടിക്കേണ്ട ആവശ്യം വന്നപ്പോൾ അത് തിരിച്ചു പിടിച്ചുകൊണ്ട് ലോത്തിന്റെ സമ്പത്തിനെ വിളിച്ചിട്ട്, ലോത്തിനെ മാത്രമല്ല തിരികെ എല്ലാം നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ വീണ്ടെടുത്തുകൊണ്ട് ലോത്തിനെ മടക്കിക്കൊണ്ടുവരും. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാവും? അബ്രഹാമിന്റെ ഹൃദയത്തിൽ ലോത്തുണ്ട്. ലോത്തിന്റെ ഹൃദയം അബ്രഹാം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ഭാഗമൊന്നും വേദോസത്തിൽ കാണുന്നില്ല. അത് തെളിയിക്കുവാനുള്ള ഒന്നും കാണുന്നില്ല. പക്ഷേ അബ്രഹാം ലോത്തിനെ വല്ലാതെ, അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, കേട്ടപ്പോൾ എന്റെ സഹോദരനായ ലോത്ത് പിടിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ റെഡി ഫോർ ദ ബാറ്റിൽ എന്നുള്ള കൽപ്പന അവിടെ പുറപ്പെട്ടു. യുദ്ധത്തിനായി ഒരുങ്ങുക, പുറപ്പെടുക. നാം കാണാത്തൊരു അബ്രഹാമിനെ അവിടെ കാണുകയാണ്. നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ധീര യോദ്ധാവിനെ അവിടെ കാണുകയാണ്. ഇങ്ങനെയുള്ള മനുഷ്യനാണ് ശാന്തശീലനായി, താഴ്മയുള്ളവനായി, ഭൂമിയെയും മക്കളെയും സ്നേഹിക്കാതെ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിച്ച് ദൈവത്തിന് യാഗപീഠം ഉണ്ടാക്കി യാഗപീഠം അർപ്പിക്കുന്ന അബ്രഹാമിന് ഇങ്ങനൊരു വശങ്ങളുണ്ടെന്ന് നാം അറിയേണ്ടതിനാ വേദോസിൽ എഴുതി വെച്ച്.
ലോത്തിനോടുള്ള അബ്രഹാമിന്റെ ആഴമായ സ്നേഹം. അങ്ങനെ മടങ്ങി വരുന്ന അബ്രഹാമിന്റെ നേരിടുന്ന രണ്ട് ഭാഗങ്ങൾ അത് നമ്മുടെ സഭകളിൽ പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് അറിയാം. സ്വദോം രാജാവ് അബ്രഹാമിനെ എതിരേറ്റ് ചെല്ലുന്നു, അവനെ എതിരേറ്റ് ചെല്ലുന്നു. ശാലോം രാജാവ് അവനെ എതിരേറ്റ് ചെല്ലുന്നു. സ്വദോം രാജാവിനുള്ള അബ്രഹാമിന്റെ മറുപടി അത് ദൈവമക്കൾക്ക് വളരെ ശ്രേഷ്ഠകരമായ ഒരു പ്രത്യാശ തരുന്ന മറുപടിയാണെന്ന് നമുക്കറിയാം. അവിടെ പറയുന്നത്, സ്വദോം രാജാവ് അങ്ങനെ തന്നോട് പറയുമ്പോൾ അവർ അവനെ അനുഗ്രഹിച്ചു. ശാലോം രാജാവ് അനുഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് 21-ാം വാക്യം 14-21, സ്വദോം രാജാവ് അബ്രഹാമിനോട് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഞങ്ങള് ഈ ഭാഗം വായിച്ചപ്പോൾ എന്റെ ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ ഞാൻ അതൊന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ അങ്ങനെയാണോ ധരിച്ചേക്കുന്നത് അറിയില്ല. ആണെങ്കിൽ ഒന്ന് അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ പ്രസംഗിച്ചിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്നത്, സ്വദോം രാജാവ് പറയുന്നത്, ആളുകളെ എനിക്ക് തരിക, ആളുകളെ എനിക്ക് തരിക. അപ്പൊ ഞങ്ങൾ ആദ്യം കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ വിചാരിച്ചത്, സത്യമായിട്ടും നിങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചതെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് ശ്രദ്ധിച്ചു. ഞങ്ങൾ വിചാരിച്ചത് ആളുകളെ എനിക്ക് തരിക എന്ന് പറഞ്ഞപ്പം ഈ 318 അഭ്യാസികളെ അവരല്ലേ പ്രധാനമായി നിന്ന് യുദ്ധം ചെയ്ത ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എന്നുവെച്ചാൽ ഒരു ഡീല് നടക്കുകയാണ്. എനിക്ക് ഇത്രയും, കാരണം ഞങ്ങള് 5 രാജാക്കന്മാർ ഒരുമിച്ച് ഇതിന് തോൽപ്പിക്കാൻ തോറ്റുപോയ ഈ യുദ്ധത്തിൽ നീ വിജയം കണ്ടെത്തിയത് ഏതായാലും 318 അഭ്യാസികളെ കൊണ്ടല്ലേ. അപ്പൊ അവരെ എനിക്ക് തരിക, അതിന് പകരം എന്ത് തരാം? സമ്പത്ത്. അങ്ങനെ കരുതിയ. പക്ഷെ അങ്ങനല്ല, ആളുകളെ തന്നെയാ പറയുന്നേ. The king of Sodom said to Abraham, give back my people who were captured. പിടിക്കപ്പെട്ട എന്റെ ആൾക്കാരെ എനിക്ക് തരിക. അബ്രഹാമിന്റെ കയ്യിലുള്ള 318 പേരെ അല്ല സ്വദോം രാജാവ് ചോദിച്ചത്. കാരണം ആളുകൾ പിടിക്കപ്പെട്ടു, കവർച്ചയായി ആളുകളെ കൊണ്ടുപോയി. ആ ആളുകളെ കൊണ്ട് ഇപ്പൊ ആര് വരിക? അബ്രഹാം തിരിച്ച് വരിക. അപ്പൊ അബ്രഹാമിന്റെ പക്കൽ സ്വദോമി ആളുകളുണ്ട്. സ്വദോം രാജാവ് പറയുകയാണ് സമ്പത്തും ഉണ്ട്. സ്വദോം രാജാവ് പറയാണ് നിന്റെ കയ്യിലുള്ള ആളുകളെ എനിക്ക് തരാനല്ല പറയുന്നേ, ഞാൻ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു മെഡിറ്റേറ്റ് ചെയ്തതാണ്. അപ്പൊ എപ്പോഴാണ് ഞങ്ങളിത് വായിച്ചു പറഞ്ഞു, അയ്യോ നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചത് സ്വദോം രാജാവ് ചോദിക്കുന്നത് ഈ 318 അഭ്യാസികളെ ലക്ഷ്യം വെച്ചാണ് ചോദിക്കുന്നത്, ആളുകളെ എനിക്ക് തരിക. ദാറ്റ് മീൻസ് അബ്രഹാമിന്റെ ആളുകളെ എനിക്ക്, അതിനുള്ള വില ഞാൻ നിനക്ക്, ആ ഒരു ഡീലാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയല്ല പറയുന്നേ, give back my people who were captured. കെദോർലാമർ എന്ന രാജാവും കൂട്ടരും പിടിച്ചോണ്ട് പോയ സ്വദോമി ആളുകളെ, എന്റെ ആളുകളെ നീ എനിക്ക് തിരിച്ചു തന്നാ മതി. പിന്നെ എന്തോ ഇവിടെ പറയുന്നത്, ഫേവർ എന്തോ, അല്ലാതെ അബ്രഹാമിന്റെ 318 പേരെ ചോദിച്ചല്ല. പിന്നെ പറയുകയാണ് സമ്പത്തും ആറയിലുണ്ട് അബ്രഹാമിന്. അതായത് സ്വദോമിലെ സമ്പത്തും ഇപ്പൊ ആറയിലുണ്ട് അബ്രഹാമിന്റെ കയ്യിൽ, സ്വദോമി ആൾക്കാരും ആറയിലുണ്ട് അബ്രഹാമിന്റെ കയ്യിൽ. കാരണം അബ്രഹാമാണ് ആ യുദ്ധം നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അബ്രഹാമിന് മനസ്സുണ്ടാക്കും. അപ്പൊ അബ്രഹാം പറയാണ് നീ എന്ത് ചെയ്താം, നീ ആളുകളെ എനിക്ക് താ, കാരണം എന്റെ പിടിക്കപ്പെട്ട ആളുകളെ എനിക്ക് താ, സമ്പത്തെല്ലാം നീ അങ്ങ് give back my people who were captured, but you may keep for yourself all the goods you have recovered. നീ തിരിച്ചു പിടിച്ച എല്ലാ സ്വത്തുക്കളും നീ എടുത്തു. സ്വദോമിലെ നീ എടുത്തു. അതൊരു ഫേവറാ. കാരണം ഇത്രയും വലിയൊരു യുദ്ധത്തിൽ തോറ്റ രാജാവ് ആണ് സ്വദോം രാജാവ് ഈ എതിരേറ്റ് വന്നേക്കുന്നത്. കുഴിയിൽ എഴുന്നേറ്റ് വരുമോ, വീണുപോയി. ജയിച്ചപ്പോൾ ഇപ്പം വന്ന അബ്രഹാമിനെ ഫേസ് ചെയ്യുക, പറയുകയാണ് എനിക്ക് മനസ്സിലായി നിന്റെ ആ കൂട്ടരും ഇറങ്ങി തിരിച്ചോണ്ട് മാത്രമാണ് കെദോർലാമർ വർഷങ്ങളായി ഞങ്ങളെ പീഡിപ്പിച്ചിരുന്നവരാണ്. തോറ്റു പിന്മാറിയതിന്റെ ഏക കാരണം ഞങ്ങൾ 5 രാജാക്കന്മാരല്ല, അബ്രഹാം എന്ന ഒരൊറ്റ മനുഷ്യനും അവന്റെ കൂട്ടരുമാണ്. അതുകൊണ്ട് ഞാനൊരു ഡീലിന് തയ്യാറാണ്. എന്റെ ആളുകളെ നീ എനിക്ക് വിട്ടു തന്നാ മതി. നീ ക്യാപ്ചേർഡ് ആയി അവര് കൊണ്ടുപോയ ആളുകളെ നീ തിരിച്ചു കൊണ്ടുവന്നില്ലേ, അവരെ തന്നേര്. പക്ഷെ സ്വത്തൊന്നും എനിക്ക് തിരിച്ചു വേണ്ട. കീപ് ഇറ്റ് വിത്ത് യു. നിങ്ങൾക്ക് കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ?
അതായത് സൊദോമ്യരിലെ ആളുകളും അബ്രഹാമിന്റെ കൈവശം, സ്വത്തുക്കളും അബ്രഹാമിന്റെ കൈവശം. സൊദോം രാജാവ് അബ്രഹാമിനോട് പറയുകയാണ്, എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഫേവർ ഇതാണ്, ആളുകളെ തന്നാ മതി, സ്വത്ത് നീ തന്നെ നിന്റെ കയ്യിൽ, നീ റിക്കവർ ചെയ്ത ആൾക്കാരെ എനിക്ക് തിരിച്ചതാ, നീ റിക്കവർ ചെയ്ത ഗുഡ്സ്, എല്ലാ സമ്പത്തും നിന്റെ കയ്യിൽ തന്നെ. എന്റെ പ്രിയരെ, ഇവിടം കൊണ്ട് നമ്മൾക്ക് യോദ്ധാവായ അബ്രഹാമിന്റെ ചിത്രം അവസാനിക്കുന്നു. വിശ്വാസി അബ്രഹാം വീണ്ടും നേട വരുന്നു. വിശ്വാസി അബ്രഹാം വെളിപ്പെടുത്തി. രാജാവിന്റെ മുമ്പിൽ യോദ്ധാവല്ല അബ്രഹാം, ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ യോദ്ധാവായത്. ഇതോ രാജാവായ സൊദോം രാജാവിന്റെ മുമ്പിൽ തികഞ്ഞ ദൈവവിശ്വാസി വെളിപ്പെടുന്നു. തന്റെ കയ്യിൽ സ്വത്തുക്കൾ, ആളുകൾ, ലോത്ത് അവന്റെ സ്വത്തുക്കൾ എല്ലാം ഇരിക്കുക. എന്ത് താൻ പറഞ്ഞാലും ഉടമ്പടി ഒപ്പിടുവോടെ. അത് നമ്മൾ അതിനെ വളരെ ഗൗരവമായി കണ്ടെങ്കിലേ ഈ മെസ്സേജ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നാൽ മനസ്സിലാകത്തില്ല. അതിനെ ഞാൻ അത്രയും ചരിത്ര പശ്ചാത്തലം പറഞ്ഞേ. 5 രാജാക്കന്മാർ എതിരായി 4 രാജാക്കന്മാർ. ഈ 4 രാജാക്കന്മാരാ ശക്തര്. 5 രാജാക്കന്മാരിലുള്ളതാണ് സോദോമും ഗൊമോറയിലെ രാജാക്കന്മാർ. അവർ തോറ്റു തുന്നം പാടി. ആ കൂട്ടത്തിലാണ് ലോത്ത് പിടിപ്പെട്ടത്. അവിടെ അബ്രഹാം വരുമ്പോൾ 5 രാജാക്കന്മാർ ഒന്നിച്ചെന്ന് ചെയ്യാൻ കഴിയാത്തത് അബ്രഹാമിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചു മടങ്ങി വരുമ്പോൾ സൊദോം രാജാവിതാ അബ്രഹാമിനെ എതിരേൽക്കുന്നു. അവർ തമ്മിലുള്ള ആ എൻകൗണ്ടർ നടക്കുക. ആ എൻകൗണ്ടർ എങ്ങനെ നടക്കുന്നറിയാമോ? ഹായ് ബൈ അല്ല. ആ എൻകൗണ്ടറിനകത്ത് സമ്പത്തിന്റെ വലിയൊരു വാഗ്ദാനം, സ്വത്തുക്കളുടെ വാഗ്ദാനം. You may keep for yourself all the good you have recovered. നിനക്ക് അവകാശപ്പെട്ട നീ വെച്ചോ എന്ന് പറയുമ്പോൾ അവിടെയാണ് 22-ാം വാക്യത്തിൽ യോദ്ധാവായ അബ്രഹാമിനെയല്ല കാണുന്നത്, 318 പേരുടെ ബലത്തിൽ അത് വീരവാദം മുഴക്കുന്നതിനല്ല കാണുന്നത്, ജയാളിയായ ജയിച്ചു എന്നൊരു രാജാവിനെയല്ല അവിടെ കാണുന്നത്, ജയിച്ചു എന്നൊരു പ്രഭുവിനെയല്ല അവിടെ കാണുന്നത്, സ്വന്തം ബലത്തിൽ ഊന്നുന്നതിനെയല്ല അവിടെ കാണുന്നത്, ജഡത്തിൽ ആശ്രയിക്കുന്നതിനല്ല കാണുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനല്ല കാണുന്നത്, രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നത് കാണുന്നത്. പിന്നെയോ ജയം കൊടുക്കുന്ന ദൈവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അവിടെ വെളിപ്പെടുകയും. ദൈവമൊക്കെ വളരെ ഫെമിലിയർ ആയ പാസേജാണ്. അതിന് അബ്രഹാം സൊദോം രാജാവിനോട് പറഞ്ഞത്, ഇത് അറിയാത്ത ഒരാളും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നില്ല. ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ, ഞാനൊരു ചരടാകട്ടെ, ചെരിപ്പ് വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നും ആകട്ടെ എടുക്കയില്ലെന്ന് നിർത്തിയില്ല. അവിടെ കൊണ്ട് നിർത്തിയില്ല. യോദ്ധാവ് അവിടെ കൊണ്ടല്ല, വിശ്വാസികളുടെ പിതാ അബ്രഹാം വെളിപ്പെട്ടത്, എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്തു. നീ പറയണ്ട, നാളെ നീ ഒരു അവകാശവാദം മുഴക്കും. സൊദോം രാജാവ് പറയും, അവൻ തിരിച്ചു പിടിച്ച എല്ലാ സ്വത്തും ഞാൻ അവന് കൊടുത്തു. ഞാൻ ആളുകളെ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ, ഞാൻ സ്വത്തെടുത്തില്ല. സ്വത്ത് ആർക്ക് കൊടുത്തു? അബ്രഹാമിന്. അബ്രഹാമിന്റെ കയ്യിൽ എന്ത് കാണും? തിരിച്ച് എബ്രോനിലേക്ക് പോകുമ്പോൾ അബ്രഹാമിന്റെ കയ്യിൽ എന്ത് കാണണം? സൊദോം രാജാവിന്റെ സമ്പത്തുകൾ തന്റെ കയ്യിൽ ആയിക്കോളാൻ അത് രാജാവ് തന്നെ അനുവാദം കൊടുത്തു. അബ്രഹാം തന്നെ അനുവാദം കൊടുത്തു ലോത്തിനോട് സെപ്പറേറ്റ് പോവാൻ. അപ്പൊ ലോത്ത് പറഞ്ഞു, റെഡി, താങ്ക് യു, ബൈ ബൈ. സൊദോം രാജാവ് അബ്രഹാമിനോട് പറഞ്ഞു, നീ എന്റെ സമ്പത്ത് എടുത്തോളാൻ. അബ്രഹാം താങ്ക് യു, ബൈ ബൈ പറഞ്ഞോ? നീ മാന്യനാ രാജാവേ, നിനക്ക് മനസ്സിലായല്ലോ എന്റെ അധ്വാനം, ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നു, ഇത്രയൊക്കെ കിട്ടിയില്ലെങ്കിൽ മുതലാകത്തില്ല, താങ്ക് യു. അബ്രഹാമിനെ ശ്രദ്ധിച്ചേ. അബ്രഹാം നോക്കി, റൈറ്റ് ഡിസിഷൻ എടുത്തില്ലേ? നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. കാരണം നമുക്ക് ഇതിന്റെ ഈ പശ്ചാത്തലങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്ന ഏതാണ്ട് 100 രൂപ കൊടുക്കാന്ന് പറഞ്ഞു, ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞു പോകാന്നുള്ള മട്ടില്ല.
അല്ലെ 1,00,000 രൂപ വാഗ്ദാനം ചെയ്തു, ഇപ്പം വേണ്ട, എനിക്ക് 1,00,000, നമ്മൾ ചിലൊക്കെ പറഞ്ഞു നിങ്ങളുടെ 1,00,000 രൂപ കൊണ്ട് എനിക്കെന്തോ തികയാനാ. ചില അങ്ങനെ ഈ ഇത് കാണുന്നത്, അവൻ ദൈവം തന്നാലേ തികയത്തുള്ളൂ. അതായത് അതൊക്കെ എവിടെയൊക്കെ ഇത് കൊള്ളിക്കുവാ. അബ്രഹാം ആരും കൊള്ളിച്ചില്ല, ലോത്തിനെ കുത്തിയില്ല, ലോത്തിനെ ഒരു തരത്തിലും അപമാനിച്ചില്ല. ഹൃദയത്തിൽ മുഴുവൻ ലോത്തിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളൂ, അങ്ങനെ തന്നെ ചെയ്തു, കൊണ്ടാക്കി. സൊദോം രാജാവ് കൊടുത്തിരിക്കുന്നത് എണ്ണമറ്റതാ. റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുത്തു. ടേക്ക് ഇറ്റ് എന്ന് പറയുമ്പോൾ സോറി, ഐ ഡോണ്ട് നീഡ് ഇറ്റ്. ചെല്ലെങ്ങനെ അത് അവര് നിർബന്ധിച്ചപ്പോൾ മേടിക്കാതിരിക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്നാ നിങ്ങൾ കർത്താവിനോട് നിൽക്കാൻ. അങ്ങനെയൊക്കെ രാജാക്കന്മാരുടെ മുമ്പിൽ എങ്ങനെ ദൈവത്തെ ഉയർത്തുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല. അവർക്ക് മനസ്സിലാകത്തില്ല. അത് പറഞ്ഞ അങ്ങനെയല്ലായിരുന്നു അബ്രഹാം. അയാൾക്ക് മനസ്സിലായാലും ഇല്ലേലും. സ്വതോ രാജാവിന് മനസ്സിലായില്ലല്ലോ, എനിക്കത് പ്രശ്നമല്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് ഞാൻ പറയും, എനിക്ക് നിന്നാൽ സമ്പന്നനായെന്നൊരു പേര് വേണ്ട. ദൈവം എന്നെ സമ്പന്നനാക്കിയാൽ മതി, ദൈവത്താൽ സമ്പന്നനായാൽ മതി, ദൈവത്താൽ സെറ്റിലായാൽ മതി എന്ന് പറഞ്ഞ് കൈ ഉയർത്തി യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തു. അങ്ങനെ അബ്രഹാം അവിടെ നിന്ന് വരികയാണ്. ഒരു കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്, ഞാൻ ആ ഭാഗത്തിലേക്ക് പോകാതെ അടുത്തത് പോകണമെന്ന് ഞാൻ വിചാരിച്ച് 18ാം അധ്യായത്തിലേക്ക് വേണമെന്നാണ് വിചാരിച്ച്. പക്ഷേ ഒരു കാര്യം മനസ്സിലാവുന്നത്, അങ്ങനെ ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ നിസ്വാർത്ഥനായി, നിഷ്കളങ്കനായി, സഹോദര സ്നേഹിയായി, തന്നാൽ ആവുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത്, വ്യക്തികളെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്റെ സഹോദരനെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു വരുമ്പോൾ ദൈവം അവിടെ അബ്രഹാമിനെ വെളിപ്പെടുത്തുന്നു. 2 കാര്യം അവിടെ സംഭവിച്ചു. ഒന്ന്, ലോത്തിനെ മടക്കിക്കൊണ്ട് വന്നു എന്നുള്ള പ്രധാന കാര്യം അവിടെ സംഭവിക്കുമ്പോൾ അബ്രഹാമിന് സൊദോം രാജാവുമായുള്ള ആ എൻകൗണ്ടർ സർവശക്തനായ ദൈവത്തെ ഉയർത്തുവാനുള്ള കാരണമായി തീർന്നു. 2, ശാലേം രാജാവ് അല്ലെങ്കിൽ മൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള ആ മൽക്കീസെദെക്ക് എന്ന പുരോഹിതൻ കർത്താവിനോടുള്ള വാഗ്ദാനമാണ്. നീ മൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനായിരിക്കുമെന്നുള്ള വാഗ്ദാനം, അതിന് നിവർത്തി വാഗ്ദാനം കൊടുത്തിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ആ ആ ആ വെളിപ്പ്, ആ ഒരു ഇവിടെ ഈ ഭാഗത്ത് മാത്രമാണ് മൽക്കീസെദെക്ക് എന്ന ആ വംശാവലി രേഖപ്പെടുത്താത്ത ഒരു പുരോഹിതനായ ശാലേം രാജാവായ, സമാധാനത്തിന്റെ രാജാവായ, അല്ലെങ്കിൽ നീതിയുടെ രാജാവ് എന്ന് പറയുന്ന ആ പുരോഹിതനുമായുള്ള എൻകൗണ്ടർ അവിടെ നടക്കുന്നു. അവിടെ ഒരു ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നു. ആ ഭാഗം നമുക്കറിയാം. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനും അബ്രഹാമും തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ മടങ്ങി വരവിലുണ്ടാകും. അവിടെ ദശാംശം കൊടുക്കുന്ന അബ്രഹാം, അതൊക്കെയാണ് പിന്നെ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ദശാംശം മേടിക്കുന്ന ലേവി, എന്നാൽ ദശാംശം അബ്രഹാം കൊടുത്തു. അനുഗ്രഹം പ്രാപിക്കുന്ന അബ്രഹാം ദൈവം ചെയ്ത, ദൈവം ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ ആ ദിനത്തിൽ സംഭവിക്കുക. കാരണം ഒരു കാര്യം സത്യമാണ്, നാം നമ്മെ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോഴാ പലതും ദോഷമായി തീരുന്നേ. നാം ദൈവത്തോടുള്ള സ്നേഹത്തിൽ യാഗപീഠം പണിയുമ്പോഴും, സഹോദരമുള്ള സ്നേഹത്തിൽ അവരുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുമ്പോഴും ആ യാത്രകളെ വലിയ ദൈവപ്രവർത്തന യാത്രകളാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. അത് വലിയ ടേണിംഗ് പോയിന്റുകളാക്കാൻ വരും കാലത്തിലേക്ക് മൽക്കീസെദെക്കിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ വേദപുസ്തകത്തിൽ തരുന്ന ഏക സംഭവം, ഉൽപ്പത്തി പുസ്തകം 14ാം അധ്യായം ഈ പറയുന്ന 18ാം വാക്യം, ശാലേം രാജാവായ മൽക്കീസെദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. അതായത് ശാലേം രാജാവ് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കൊരു കാണാൻ പറ്റും. സൊദോം രാജാവിൽ നിന്ന് മേടിക്കാൻ ഓഫർ കിട്ടിയ അബ്രഹാം മേടിക്കാൻ ഇവിടെ കൊടുക്കുകയാണ്. സൊദോം രാജാവ് നീ എടുത്തോ എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുകയും ശാലേം രാജാവിന് തനിക്കുള്ള സകലത്തിലും ദശാംശം കൊടുക്കുകയും ചെയ്യുന്ന അബ്രഹാം. ഈ ഒരു ഭാഗം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമുക്ക് അറിയാവുന്ന വേദഭാഗമാണ്. എങ്കിലും ഇന്ന് രാത്രി വീണ്ടും ഒന്ന് ചിന്തിച്ചെന്തിനും ചോദിച്ചാൽ,
അതിന്റെ പശ്ചാത്തലം പറയാനും കൂടെ ആഗ്രഹിച്ചത്, ലോത്ത് അബ്രഹാമിന് സെപ്പറേറ്റ് ആയി. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചേ, അബ്രഹാമിന്റെ ഈ ഒരു യാത്ര, ഈ ഒരു പുറപ്പെടൽ, സഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള, അതെ, വീട്ടിൽ നിന്ന് ഈ 318 അഭ്യാസികളുമായി താൻ പുറപ്പെടുന്നു. തിരിച്ചു ഒരൊറ്റ ദിവസം കൊണ്ട് ലോത്തും ലോത്തിനുള്ളവരും ലോത്തിന്റെ സകല സമ്പത്തും ശൂന്യമായി പോയി. അത് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തി അബ്രഹാം. ഇതാണ് അബ്രഹാമിന്റെ ഹൃദയത്തിൽ ലോത്തുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വേദഭാവങ്ങൾ. വീണ്ടും 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും, അബ്രഹാം വീണ്ടും ലോത്തിന് വേണ്ടി എന്തുമാത്രം കരുതുന്നുണ്ട്, എന്തുമാത്രം ലോത്തിനെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തോട് എത്രമാത്രം ചോദ്യം ചോദിക്കാൻ. അത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. എത്ര പ്രാവശ്യം എന്നോടൊന്ന് തോന്നല്ലേ, എന്നോട് ദേഷ്യപ്പെടല്ലേ, ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. തന്റെ കാര്യത്തിൽ അത്രയും ചോദിക്കുന്നില്ല, ഒന്നുകൂടെ ചോദിച്ചോട്ടെ. ദേഷ്യപ്പെടല്ലേ, ഒന്നുകൂടെ ചോദിച്ചോട്ടെ. നിങ്ങൾക്കെല്ലാം അറിയാം ഭാഗം. 50, 45, 40, 30, 20, 10 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ഒരു ഇത് ആരേത് പട്ടണത്തെ താൻ എന്നെ ദേഷ്യപ്പെടല്ലേ, എന്നോട് ദേഷ്യപ്പെടല്ലേ. എത്രമാത്രം എന്റെ ഹൃദയത്തിലുണ്ട് ലോത്തും കുടുംബവും നശിച്ചു പോകരുത്. എന്റെ പ്രിയരെ, ഞാൻ ഈ ഭാഗം ഇച്ചിരി കണ്ടിന്യൂ ചെയ്യാം. ഇനി ഞാൻ അങ്ങോട്ട് പോയാൽ എനിക്ക് സമയത്ത് നിർത്താൻ കഴിയത്തില്ല. ഈ 14-ാം അധ്യായത്തിൽ നിന്ന് പറയുവാനുള്ള ഒരവസരം ദൈവം നൽകി തന്നല്ലോ. അടുത്ത ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആഴം. മനുഷ്യന്റെ സകല കണക്കൂട്ടലും തെറ്റിച്ചുകൊണ്ട് നിർജീവത്വം ജീവനാവുമ്പോൾ ജീവൻ നാശത്തിലേക്ക് നീങ്ങുന്ന, ജീവനുണ്ടെന്ന് പറയുന്നവർ ഇതാ നാശത്തിലേക്ക് നീങ്ങുമ്പോൾ ജീവിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു, ഇനിയും ദൈവം പറഞ്ഞു നിവൃത്തിയാവുവാൻ സാധ്യതയില്ലെന്ന് പറയുന്നവർ ദൈവത്താൽ ജീവൻ പ്രാപിക്കും. 2 വശങ്ങൾ. തന്നെത്താൻ സെറ്റിലാകാൻ പോയ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ദയനീയ പരാജയങ്ങളും ദൈവത്താൽ സെറ്റിലാകാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ദൈവിക അനുഗ്രഹങ്ങളും അതുകൂടെ നമ്മൾ ചിന്തിക്കാൻ കർത്താവ് നമുക്ക് അവസരം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഇങ്ങനെ ചിന്തിച്ച് നമുക്ക് നമ്മുടെ വാക്കുകളെ ഇവിടെ നിർത്താം. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോയാൽ എനിക്ക് എക്സ്പ്ലനേഷൻ വേണ്ടി വരും, പിന്നെ എനിക്ക് ടൈമിൽ നിർത്താൻ കഴിയത്തില്ല. നമുക്ക് ദൈവത്തിലേക്ക് ഇന്ന് രാത്രി നമ്മളെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വിശ്വാസത്തിലെ പിതാവ് അബ്രഹാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒട്ടനവധി ഉണ്ടെന്ന് എനിക്കറിയാം. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ അധികം പതിയാത്തതും അധികം ഓർമ്മിക്കാത്തൊരു ഭാഗമായി ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ച്, ഒരു യുദ്ധവീരനായ അബ്രഹാം, പ്രഭുവായ രാജാക്കന്മാരിലും ശ്രേഷ്ഠനായ ഒരു വീരനായകനായ അബ്രഹാം ഒരിക്കൽ പോലും തന്റെ സമ്പത്തിനെയോ ആളുകളെയോ കൊണ്ട് ഒരു അഡ്രസ് നേടിയെടുക്കാത്ത മനുഷ്യൻ. അബ്രഹാം എന്ന മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ മനുഷ്യന്റെ സ്വത്ത് വെച്ചോ ആൾക്കാരെ വെച്ചോ ഭാര്യയെ വെച്ചോ മക്കളെ വെച്ചോ നമ്മൾ ചിന്തിക്കുന്നത്. അബ്രഹാം എന്ന ചിന്ത വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം മുടക്കുന്ന ദൈവമാണ്. അബ്രഹാമും ദൈവവും, ദൈവത്തിന്റെ അബ്രഹാം, അബ്രഹാമിന്റെ ദൈവം. അതുകൊണ്ടല്ലേ ദൈവം പറഞ്ഞേ, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. അബ്രഹാം എന്ന ചിന്ത വിശ്വാസികളുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ആരുടെയും മനസ്സിൽ അബ്രഹാമിന്റെ സ്വത്ത് വരുന്നില്ല, സുന്ദരിയായ ഭാര്യ വരുന്നില്ല, മകൻ വരുന്നില്ല, 318 അഭ്യാസികൾ വരുന്നില്ല, വെള്ളിയും പൊന്നും സമ്പത്തും ആടുമാടുകളും ഒന്നും വരുന്നില്ല. നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അബ്രഹാമും ദൈവവും തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചേ പ്രിയരെ, ഇതെല്ലാം ഉണ്ടായിട്ടും ഇതില്ലാത്തവനെ പോലെ ജീവിക്കാൻ തക്കവണ്ണം ദൈവം അബ്രഹാമിനെ പരിശീലിപ്പിച്ചു. ഇവയെല്ലാം ഉണ്ടായിട്ടും ഇവയൊന്നുമില്ലാത്ത, ഒരു യുദ്ധം ചെയ്യാൻ പോലും അറിയാത്ത, ഒരു അണികളോ പടയോ സൈന്യമോ ഇല്ലാത്ത, യാതൊരു വിധത്തിലും ഒരു പിൻബലവും ഇല്ലാത്ത ദൈവം മാത്രം എന്റെ ബലമാകുന്നു, എന്റെ പരിചയമാകുന്നു, എനിക്ക് കർത്താവല്ലാതെ ആരുമില്ലെന്ന് പറയുന്ന ഒരു അബ്രഹാമല്ലേ നമ്മുടെ മനസ്സിലുള്ളേ. അങ്ങനെ ജീവിക്കുവാൻ പൗലോസ് പറയുന്ന പോലെ ക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെയും അറിയാത്തവനായി നിങ്ങൾ എന്നെ കാണുമ്പോൾ അത്രേ ഓർത്താൽ മതി. നിങ്ങൾ എന്നെ കാണുമ്പോൾ ന്യായപ്രമാണത്തിന്റെ പ്രാവീണ്യം ഓർക്കണ്ട. നിങ്ങൾ എന്നെ കാണുമ്പോൾ ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനും ഓർക്കല്ലേ. എനിക്ക് എന്നെ കാണുമ്പോൾ നിങ്ങൾ ഓർത്തോ, ഈ മനുഷ്യൻ ആ ക്രിസ്തുവിനെ മാത്രമേ അറിയത്തുള്ളൂ.
നമ്മൾ എങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്? നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? സഭയിൽ നമുക്ക് എന്ത് ഐഡന്റിറ്റിയാ വേണ്ടേ? നമ്മുടെ ദേശത്ത്, നമ്മുടെ സമൂഹത്തിൽ, വിശ്വാസ സമൂഹത്തിൽ നമ്മളെ അറിയുന്നവരുടെ ഇടയ്ക്ക് നമ്മൾ എന്ത് ഐഡന്റിറ്റിക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അബ്രഹാമിന് കിട്ടിയ ഐഡന്റിറ്റി, പൗലോസിന് കിട്ടിയ ഐഡന്റിറ്റി, കർത്താവ് യേശു ക്രിസ്തു തന്റെ പിതാവിൽ ആശ്രയിച്ച്, ഞാൻ ഒരിക്കലും ഏകനല്ല, അവൻ എന്നോട് കൂടെ ഉള്ള എന്റെ പിതാവ് എന്നെ ഒരിക്കലും ഏകനായി വിടത്തില്ല, എല്ലാത്തിന്റെ ഉടയവൻ, സകലത്തിന്റെയും സൃഷ്ടിതാവ്, അത്യുന്നതനായവൻ, എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, അതെ ഉളവാക്കിയവൻ, താൻ മുഖാന്തരം തനിക്കാനും സകലതും ഉളവാക്കിയവൻ, തന്റെ ഐഡന്റിറ്റി പിതാവിന്റെ സഹിത്വത്തിൽ നിലനിർത്തിയ പോലെ ഒരിക്കലും തന്നെ ഞാൻ സൃഷ്ടാവ്, നിങ്ങൾക്ക് അറിയാമോ, ഞാൻ നിങ്ങളടുത്ത് അറിയാമോ, ഞാൻ എന്ന് പറയുന്ന ഐഡന്റിറ്റി യേശു ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചില്ല. പക്ഷെ യേശുവിൽ അത് വെളിപ്പെട്ടു. പൗലോസിൽ അതേ ദൈവത്തിന് ജ്ഞാനം വെളിപ്പെട്ടു. അബ്രഹാമിൽ ഇതാ അവൻ യോദ്ധാവാണെന്നുള്ള വെളിപ്പെട്ടു. പക്ഷെ താൻ ഒരിക്കലും അത് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. കാരണം അവരാരും സ്വയം എസ്റ്റാബ്ലിഷ് ആകുവാൻ വേണ്ടി ഓടിയവരല്ല, ദൈവത്താൽ എസ്റ്റാബ്ലിഷ് ആകാൻ വേണ്ടി യാത്ര ചെയ്തവരാണ്. ഈ രാത്രി കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നമുക്കും കർത്താവിനോട് അപേക്ഷിക്കാം. കർത്താവെ, ഞാനോ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമോ ദൈവത്തെ കൂടാവുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി ഓടുന്നെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളെ അതിൽ നിന്ന് മടക്കി വരുത്തണേ. അബ്രഹാമിനെ പോലെ ദൈവത്താൽ നയിക്കപ്പെടുന്ന ആത്മീയ യാഗം, അബ്രഹാം അക്ഷരാർത്ഥത്തിൽ യാഗം കഴിക്കുമ്പോൾ നമ്മൾ ആത്മീയ യാഗം കഴിക്കുന്ന ആത്മീയ ഗൃഹമാണ്. അതിന് പ്രാധാന്യം കൊടുക്കുന്നവരാക്കി ഞങ്ങളെ നിർത്തണേ. ഞങ്ങളുടെ ഐഡന്റിറ്റി പലപ്പോഴും അതൊന്ന് വെളിപ്പെടുത്താൻ ചില സമയങ്ങളിൽ ആഗ്രഹിച്ചു പോകും. ഇവരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന്, ഇവരൊന്ന് അറിഞ്ഞെങ്കിൽ എന്റെ കഴിവ്. ഇത് അബ്രഹാം ഒരിക്കലും ആഗ്രഹിച്ചില്ല, പൗലോസ് ഒരിക്കലും ആഗ്രഹിച്ചില്ല, പുത്രനായ ക്രിസ്തു ഒരിക്കലും ആഗ്രഹിച്ചില്ല. നമുക്കും അത് ആഗ്രഹിക്കണം. നമുക്ക് ക്രിസ്തുവിന്റെ ഐഡന്റിറ്റിയിൽ നമുക്ക് അറിയപ്പെടാം. ഒരു നിമിഷം കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് യുദ്ധം കഴിഞ്ഞു, എല്ലാം തിരികെ പിടിച്ചു കഴിയുമ്പോൾ ശ്രദ്ധിച്ച പ്രിയരെ, ആ മനുഷ്യന്റെ വായിൽ നിന്ന് യോദ്ധാവാണെന്നൊരു ഭാഷയുണ്ടോ, ഒരു ശൈലിയുണ്ടോ, ഒരു വീരവാദം പോയിട്ട് ഒരു പ്രസ്താവനയുണ്ടോ? താൻ കൈയുയർത്തി സത്യം ചെയ്യുന്നത് തന്റെ മുഷ്ടിബലത്തിലല്ല, യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്ത മനുഷ്യൻ. നമുക്ക് കഴിയത്തില്ലേ? അബ്രഹാമിന് കഴിയുമെങ്കിൽ നമുക്ക് കഴിയത്തില്ലേ? പൗലോസിന് കഴിയും, നമുക്ക് നമ്മുടെ പുത്രനായ ക്രിസ്തു, നമുക്ക് ആ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആ മാതൃക വെച്ചെങ്കിൽ നമുക്ക് കഴിയത്തില്ലേ? നമ്മൾ എന്തിനു വേണ്ടിയാ കിടന്ന് ഓടുന്നത്? എന്ത് ഐഡന്റിറ്റിക്കാ? ആരിൽ നിന്നാണ് നമ്മൾ പ്രീതിയും പ്രശംസയും പ്രതീക്ഷിക്കുന്നത്? ദൈവത്തിൽ നിന്ന് പ്രശംസ വേണോ അതോ മനുഷ്യരിൽ നിന്ന് വേണോ? മനുഷ്യരിൽ നിന്ന് വേണമെങ്കിൽ ചിലപ്പം ഇതൊക്കെ വെളിപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവത്തിൽ നിന്ന് പ്രശംസ മതിയെങ്കിൽ, പുകഴ്ച മതിയെങ്കിൽ, ദൈവത്തിൽ നിന്ന് പുകഴ്ച മതിയെങ്കിൽ തീർച്ചയായും അവന്റെ ഐഡന്റിറ്റിയിൽ, അവന്റെ കർത്താവിൽ മറഞ്ഞൊരു ജീവൻ നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ഇതാ അബ്രഹാം യുദ്ധം ചെയ്ത് സകലത്തിലും എല്ലാരെയും എത്ര ശ്രമിച്ചിട്ടും ഈ 5 രാജാക്കന്മാർക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത 4 രാജാക്കന്മാരെ തോൽപ്പിച്ച് തന്റെ സഹോദരനെ, തനിക്കുള്ളതിനെ മടക്കിക്കൊണ്ടുവന്ന്, സകല സ്വതവും ആൾക്കാരെ മടക്കിക്കൊണ്ട്, സമ്പത്തിനെ മടക്കിക്കൊണ്ടുവന്ന്, ശരിക്കും പറഞ്ഞാൽ സ്ത്രീലാളിതനായി ഒരു ജയാളിയായ മനുഷ്യനായി മടങ്ങി വരുന്ന മനുഷ്യന്റെ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചോ? സ്വതോം രാജാവിനോട് പറയുന്നു, ദൈവത്താൽ സമ്പന്നനായ മതി. ശലോം രാജാവിനെ അനുഗ്രഹിക്കുന്നു. ദൈവം നിനക്ക് ജയം എന്ന് പറയുമ്പോൾ സകലത്തിലും ദശാംശം കൊടുക്കും. പ്രിയരെ, നമ്മളിലുള്ള ദൈവസ്നേഹം വെളിപ്പെടട്ടെ, നമ്മളിലുള്ള സഹോദര സ്നേഹം വെളിപ്പെടട്ടെ. അത് പറഞ്ഞു നടക്കുകയല്ല. അബ്രഹാം ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു പറഞ്ഞു നടക്കുകയല്ല. സമയാസമയങ്ങളിൽ യാഗപീഠം ഒരുങ്ങിയിരുന്നു, സമയാസമയങ്ങളിൽ യാഗം അർപ്പിക്കപ്പെട്ടു. ദൈവത്തെ സ്നേഹിക്കുന്നു, തന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി അർപ്പിച്ചിരിക്കും. സഹോദരനെ സ്നേഹിക്കുന്നു, അവന്റെ ആപത്തിൽ തുണച്ചിരിക്കും. അവൻ പറഞ്ഞോണ്ട് നടക്കുകയല്ല. വെറും അവകാശവാദങ്ങളല്ല, സത്യത്തിൽ അത് വെളിപ്പെട്ടിരിക്കും. നമുക്കും അങ്ങനെ വെളിപ്പെടാം. ക്രിസ്തുവിൽ മറഞ്ഞ വിശ്വാസ അബ്രഹാം ജീവിച്ച പോലെ നമുക്കും ജീവിക്കാം. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.